പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുമോ നോക്കിയേ, കുറച്ചുകൂടെ നന്നാവോ നോക്കിയേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നാവോ നോക്കിയേ ഹല്ലേലൂയ. അപ്പോൾ ഈശോ കുറച്ചുകൂടെ നന്നാവോന്നല്ല, നമ്മുടെ ചിരി കുറച്ചുകൂടെ നന്നാവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോ നമുക്ക് ചിരിക്കാൻ പറ്റാത്ത വിധം മനസ്സിൽ ഭാരങ്ങളുണ്ടാവും, ഇല്ലേ? അവരൊന്ന് ശരിക്ക് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ ചിരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലൊന്നുമല്ല. ഞങ്ങൾക്ക് എന്തോരം വിഷമുണ്ടെന്ന് അച്ഛൻ അറിയാവോ, അല്ലേ? എന്തോരം വിഷമിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് പറയുന്നത് വെറുതെ ചിരിക്കാനല്ല, കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ഭാരമുള്ളത്? ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാത്തത് കൊണ്ടാണ് ഹൃദയത്തിൽ ഭാരമുള്ളത്. അതായത് നമ്മുടെ രോഗം മാറണമെന്നൊരാഗ്രഹം, അത് സാധിച്ചു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഹൃദയത്തിൽ ഭാരം, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹം കിട്ടിയിട്ടില്ല, പരീക്ഷ ജയിക്കണമെന്ന ആഗ്രഹം നടന്നിട്ടില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്തുള്ളത്? നമുക്ക് ഭാരമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? അതുകൊണ്ട് പറയാറുണ്ട്, മോഹങ്ങൾ, ആഗ്രഹങ്ങളാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എന്തു വേണമെന്ന് പറയാറ് ചില ആളുകൾ പറയാറുണ്ട്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന്റെ കാരണം, അതുകൊണ്ട് ഒരാഗ്രഹവും ഇല്ലാതെ ജീവിക്കുക. അങ്ങനെ നടക്കുമോ? നടക്കോ? ഇല്ല. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകണം. പക്ഷെ ആഗ്രഹങ്ങൾ നമ്മൾ ആരുടെ കയ്യിൽ കൊടുക്കണം? ഈശോയുടെ കയ്യിൽ കൊടുക്കണം. ഒരാഗ്രഹവും ഇല്ലാതെ ജീവിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? ആഗ്രഹങ്ങളില്ലാതെ ജീവിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും? അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടാകണം. എന്തിനുള്ള ആഗ്രഹം ഉണ്ടാകണം? അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. ഏറ്റവും വലിയ നമ്മുടെ ആഗ്രഹമാണ് നിത്യജീവൻ അവകാശമാക്കണം, അല്ലെങ്കിൽ ദൈവത്തിൽ ലയിച്ചു ചേരണം, ഈശോയെ പോലെ ആയിത്തീരണം. ഇതാ നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമ്മൾ വലിയ ആഗ്രഹങ്ങളാക്കി മാറ്റുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉള്ളത് എന്തിനു വേണ്ടിയാണ്?
ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ പതുക്കെ പതുക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണത്തിന്, അമ്മ ത്രേസ്യയ്ക്ക് ചെറുപ്പത്തിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്താണ്? അമ്മ ത്രേസ്യയ്ക്ക് ചെറുപ്പത്തിൽ ഒരാഗ്രഹം, രക്തസാക്ഷിയായി തീരണം എന്നൊരാഗ്രഹം. 7ാമത്തെ വയസ്സില് അമ്മ ത്രേസ്യ വീട് വിട്ടുപോയത് എന്തിനു വേണ്ടിയാണ്? രക്തസാക്ഷിയായി തീരാൻ വേണ്ടിയാണ്. അങ്ങനെ രക്തസാക്ഷിയായി തീരുന്നതിന്റെ പിറകിലുള്ള ആ പ്രചോദനം എന്താണ്? എനിക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണം. ആർക്കു വേണ്ടിയാണ് അവൾ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകുന്നത്? ഈശോയ്ക്ക് വേണ്ടിയൊന്നുമല്ല, എനിക്ക്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അമ്മ ത്രേസ്യ സ്വർഗത്തിൽ, നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലേ? ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? ആർക്കു വേണ്ടിയാണ്? അല്ലേ? നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, നമുക്ക് നരകത്തിൽ പോകാൻ മനസ്സില്ല. അതുപോലെ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം മാത്രമല്ല, സ്വർഗത്തിൽ ചെന്നാലും മരിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതം ഖുഷിയായിരിക്കണം, നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താഗ്രഹിക്കുന്നു? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അമ്മ ത്രേസ്യയ്ക്ക് 7ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയാകാൻ വേണ്ടി പോയപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം ഇത്രയേ ഉള്ളൂ. അമ്മ ത്രേസ്യയ്ക്ക് 7ാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്ന ആഗ്രഹം നമുക്കും 70ാമത്തെ വയസ്സിലും അങ്ങനെ തന്നെയാണെന്നുള്ളൂ. മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ അമ്മ ത്രേസ്യയ്ക്ക് വളർച്ച വളർന്നപ്പോൾ എനിക്ക് വേണ്ടി, എനിക്ക് ദൈവത്തെ കാണാൻ വേണ്ടി, എനിക്ക് സുഖം അനുഭവിക്കാൻ വേണ്ടി ഞാൻ സ്വർഗത്തിൽ പോകണം എന്ന ആ കാഴ്ചപ്പാടിന് മാറ്റം വന്നു. എന്നിട്ട് കാഴ്ചപ്പാടിന് പിന്നെ അമ്മ ത്രേസ്യ കർത്താവിന് വേണ്ടി മരിക്കാൻ നടക്കുന്നത് തനിക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. ആർക്ക് കിട്ടാൻ വേണ്ടിയാണ്? ഈശോയ്ക്ക് മഹത്വം ഉണ്ടാകാനും ദൈവരാജ്യം വളരാനും ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. അവളുടെ മുതിർന്ന പ്രായത്തിൽ അവൾ ദൈവത്തിനു വേണ്ടി മരിക്കാൻ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ഈശോ കുരിശിൽ മരിച്ചത് തനിക്കെന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണോ? ഞാൻ പാപം ചെയ്യാതെ ഇങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോവുക എന്ന ലക്ഷ്യത്തോടെയാണോ ഈശോ കുരിശിൽ മരിച്ചത്? അല്ല. ഈശോ കുരിശിൽ മരിച്ചത് തന്നോടുകൂടെ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈശോയുടെ ആഗ്രഹം മുഴുവൻ നമ്മെ എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആരുടെ ആഗ്രഹങ്ങളായി രൂപാന്തരപ്പെടുകയാണ്? അതാണ് അച്ഛൻ പറഞ്ഞത്. നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങള് ബാല്യകാലങ്ങളിൽ, നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ പൗലോസ് പറയുന്നത് പോലെ, കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ആരെ പോലെ ചിന്തിച്ചു? ശിശുവിനെ പോലെ ചിന്തിച്ചു. അതാണ് ശിശുവിനെ പോലെയുള്ള ചിന്ത. എന്താണ്? എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ഖുഷിയായി ജീവിക്കണം. അതാണ് ശിശുവിനെ പോലെയുള്ള ചിന്ത. പക്ഷെ ഞാൻ മുതിർന്നപ്പോൾ പക്വത പ്രാപിച്ചവരെ പോലെ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ആഗ്രഹങ്ങൾ ഈശോയുടെ ആഗ്രഹങ്ങളായി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ സംഭവിക്കും എന്നാണ്. പതുക്കെ പതുക്കെ ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെയാണ് കാണുന്നത്, അല്ലേ? പക്ഷെ അപ്പോൾ നമ്മൾ എങ്ങനെ കാണും? മുഖാഭിമുഖം കാണും. നമ്മൾ കാത്തിരിക്കുന്നത് ഈശോയെ മുഖാഭിമുഖം കാണുന്ന സമയത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണമാണ്. രൂപാന്തരീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മഹത്വം കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ യേശുനാമം വിളിക്കുമ്പോൾ നമ്മുടെ പദ്ധതികൾ ആരുടെ പദ്ധതികളായി മാറണം?
ഈശോയുടെ പദ്ധതികളായി മാറണം. നമ്മുടെ ആഗ്രഹങ്ങൾ ആരുടെ ആഗ്രഹങ്ങളാകണം? അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈശോയുടെ ആഗ്രഹങ്ങളെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളായി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് ആ വിലയിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ? കുറച്ചു പേരുണ്ട്. സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത് ഈശോയുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളാക്കി ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ എത്രാമത്തെ ആഗ്രഹത്തിലാണ് എത്തി നിൽക്കുന്നത്? 8. 8ാമത്തെ ആഗ്രഹം നമ്മൾ പറഞ്ഞു, നമ്മൾ ആത്മപരിത്യാഗം ചെയ്യുന്നവരാകണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? വാക്ക് പഠിച്ചോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നവരാകണം? എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾ ആത്മപരിത്യാഗം ചെയ്യുന്നവരാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എന്താണ് ആത്മപരിത്യാഗം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക. അതാണ് തന്നെ തന്നെ പരിത്യജിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ആരുടെ ആഗ്രഹങ്ങൾ എടുക്കുക? ഈശോയുടെ ആഗ്രഹങ്ങൾ. അതാണ് കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സുഖിച്ച് ജീവിക്കണം, അല്ലേ? മിനിമം ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ആഗ്രഹം കഷ്ടപ്പാടൊന്നും ഉണ്ടാകരുത്, അല്ലേ? നമ്മളെ ആരും കുറ്റം പറയരുത്, നമ്മളെ എല്ലാവരും സ്നേഹിക്കണം, നമുക്കൊരു അസുഖവും വരരുത്, നമ്മുടെ ജോലി നഷ്ടപ്പെടരുത്, നമ്മുടെ വീട് നഷ്ടപ്പെടരുത്, നമുക്ക് വളർച്ച ഉണ്ടാകണം, നമുക്ക് ഉയർച്ച ഉണ്ടാകണം. അപ്പൊ ഈ ഭൗതികമായ ജീവിതത്തിന് നമുക്ക് സന്തോഷമുണ്ടാകണം. അങ്ങനെയുള്ള നമുക്ക് വേണ്ടി തന്നെ ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കൊരു ബുദ്ധിമുട്ടും, ആർക്ക് ബിരിയാണി കിട്ടിയില്ലേലും, ആർക്ക് സീറ്റ് കിട്ടിയില്ലേലും എനിക്ക് കിട്ടാതിരിക്കും. ഹല്ലേലൂയ. അല്ലെ? നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ നമ്മൾ ബസ് വരുന്നു, നമുക്കറിയാം ഇത്രയും പേർക്ക് അതിലെ കഴിഞ്ഞു പോവാണ്, പലർക്കും സീറ്റ് ഉണ്ടാവില്ല. എങ്കിലും നമ്മുടെ ആഗ്രഹം എന്താണ്? ആർക്കും കിട്ടിയില്ലേലും ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറാൻ നേരത്തെ എന്തുണ്ടാവും? ചെറിയ ഒരു തിരക്ക്. എന്തിനു തിരക്ക്? എല്ലാവരും കയറിയിട്ടേ പോവുള്ളൂ, അല്ലെ? ആദ്യം കയറിയാലല്ലേ സീറ്റ്. എന്ത് പഠിച്ചിട്ടാ വന്നത്? ആത്മപരിത്യാഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മപരിത്യാഗത്തിന്റെ ബൈബിള് പഠിപ്പിക്കുന്ന ഒരു 13 കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു തുടങ്ങി. ഒരു 13 അവകാശങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1, പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നു. 2, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 3, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 4, ഇഷ്ടമുള്ളതുപോലെ പണം ചിലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 5, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. 6, ആദരിക്കപ്പെടാനും ശുശ്രൂഷിക്കപ്പെടാനുമുള്ള അവകാശം ഉപേക്ഷിക്കുക. 7, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, അനുസരിക്കുന്നതിന് മുമ്പ് എല്ലാം അറിയാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഞാൻ എന്തിനത് ചെയ്യണം? അത് പറഞ്ഞിട്ട് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ അനുസരിക്കാം എന്ന് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയോട് അച്ഛൻ ഉദാഹരണം പറഞ്ഞിരുന്നു. അമ്മ ത്രേസ്യയോട് ആത്മകഥ കത്തിച്ചു കളയാൻ പറഞ്ഞപ്പോൾ എന്തിന് ഞാൻ കത്തിച്ചു കളയണമെന്ന് ചോദിച്ചില്ല, കത്തിച്ചു കളഞ്ഞു. ഫാദർ പിയോയോട് നിങ്ങൾ ഇനി ആളുകൾക്ക് വേണ്ടി പൊതുവായി കുർബാന ചെല്ലണ്ട എന്ന് വിലക്ക് വന്നപ്പോൾ
ഫാദർ പിയോയ്ക്ക് വേണമെങ്കിൽ പുതിയൊരു സഭയുണ്ടാക്കാമായിരുന്നു. എന്നെ വിലക്ക് ഈ സഭയിൽ ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞ് പുറത്തുപോയി ഒരു പുതിയ സഭയുണ്ടാക്കിയിരുന്നെങ്കിൽ മിനിമം 100,000 പേരെങ്കിലും ഉണ്ടായാനെ. അപ്പൊ തന്നെ എല്ലാ ദിവസവും 100,000 പേരിലധികം കുർബാന കൂടാൻ വന്നുകൊണ്ടിരുന്ന സമയത്താണ് പറയുന്നത് കുർബാന ചെല്ലണ്ട. അപ്പോൾ ഫാദർ പിയോ എന്ത് ചെയ്യുകയാണ്? ഒന്നും ചോദിക്കാതെ അനുസരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ. അങ്ങനെ അനുസരണത്തിന്റെ ഒത്തിരിയേറെ വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ അനുസരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അടുത്തത് നമുക്ക് ഉപേക്ഷിക്കാനുള്ളത് സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. എഴുതി വെച്ച് എന്താണ്? സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമുക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലേ? അച്ഛൻ ഒരു കൊച്ചിനോട് ചോദിച്ചു, മോൻ എന്തിനാടാ ഈ കാതിൽ കമ്മലൊക്കെ ഇട്ടിരിക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ഒരു ഇഷ്ടം. എന്താണ് അത്? എന്റെ ഇഷ്ടം. വല്ലതും പറയാൻ പറ്റുമോ? കാതിൽ കമ്മലിടരുതെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? അതൊരു ക്രിമിനൽ കുറ്റമാണോ? അല്ല. അപ്പൊ അവൻ പറഞ്ഞു, അത് എന്റെ ഒരു ഇഷ്ടം. ഒരു കൊച്ചു വന്നപ്പോ കാതിൽ 7 കമ്മലിട്ടിരിക്കുകയാണ്. പെൺകുട്ടിയാണ്. 7 ഒരെണ്ണത്തിൽ ഇപ്പുറത്ത് 7 അപ്പച്ചൻ എണ്ണി നോക്കി, അപ്പുറത്ത് 6 ഉള്ളൂ. അപ്പൊ മോളെ ഇപ്പുറത്ത് 1 കുറവാണല്ലോ, ഒരു നിയോഗം കൂടെ പൂർത്തിയാകാനുണ്ട്. അത് പൂർത്തിയാവുമ്പോ 7ാമത്തെ. അപ്പൊ 7 പൂർത്തിയായിട്ടാണോ? 7ഉം 6ഉം എത്രയാണ്? 13 പൂർത്തിയായിട്ട് കുത്തി. എന്തായാലും അപ്പോ ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഒരു ഇഷ്ടം. നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നിനക്ക് അവകാശമില്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെ മോനെ, നീ എന്തിനാണ് ഈ ചാപ്പ കുത്തിയിരിക്കുന്നത്? ഒരു സ്പൈഡർമാന്റെ ഒക്കെ കുത്തിയിട്ട് വന്നിരിക്കുക. എന്തിനാ? ഒരിഷ്ടം. ഇത് കുത്തരുതെന്ന് വല്ല നിയമമുണ്ടോ? അപ്പോൾ അങ്ങനെ മനുഷ്യർ ഓരോരോ ഇഷ്ടങ്ങളിലൂടെ സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. മോളെ, നീ എന്തിനാടി ഈ പ്രണയബന്ധത്തിന് പോയത്? നിനക്കറിഞ്ഞൂടെ ഇത് ശരിയാവില്ലെന്ന്, അല്ലെങ്കിൽ ഇത് ശരിയല്ലെന്ന്? ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു മകനുമായിട്ട് പ്രണയത്തിലാണ്. അച്ഛന് 20 വയസ്സായിട്ടുള്ളൂ. ഇത് ശരിയല്ലെന്നറിഞ്ഞുകൂടെ? അപ്പോൾ അവൾ പറയുകയാണ്, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിഷ്ടപ്പെട്ടവരെയല്ലേ നമ്മൾ കല്യാണം കഴിക്കേണ്ടത്, അല്ലേ? അപ്പോൾ എന്താണ് ഒരു ഇഷ്ടം? ഒരാള് ഒരു മന്ത്രച്ചരട് കെട്ടി നടക്കുകയാണ്. നല്ല ക്രിസ്ത്യാനി പേരുള്ളൊരു ചേട്ടൻ, ഒരു ചെറുക്കൻ ഒരു മന്ത്രച്ചരടൊക്കെ കെട്ടി. എന്തിനാണ് ഇതൊക്കെ കെട്ടി നടക്കുന്നത്? ഒരിഷ്ടം, ഒരു താല്പര്യം. വല്ലതും പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളോട് ചോദിച്ചു, മോനെ നീ എന്തിനാടാ ഇങ്ങനെ ഈ കുരുത്തക്കേടിന് പോയത്? അപ്പൊ പറയുകയാണ്, ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, ഇന്ത്യൻ കുറ്റകൃത്യ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതായത് പ്രായപൂർത്തിയായ ഒരു പുരുഷൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുന്നത് ഇന്ത്യൻ നിയമമനുസരിച്ച് അല്ലേ? അത് തെറ്റല്ല. ഒരുമിച്ച് പരസ്പര സമ്മതത്തോടുകൂടെ ഒരുമിച്ച് ജീവിച്ചു. അത് എന്ത് തെറ്റാണ്? അതെന്റെ ഇഷ്ടമാണ്, അതെന്റെ ഇഷ്ടമാണ്. നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്ന് പറയുന്ന ഇഷ്ടം? അതാണ് സ്വന്തം ഇഷ്ടം, സ്വന്തം നിയമങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ നിനക്ക് അവകാശമില്ലേ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നീ ക്രിസ്തുവിലല്ലെങ്കിൽ
നിനക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിനക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ നിനക്ക് അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ ആ അവകാശം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ആത്മപരിത്യാഗം എന്ന് പറയുമ്പോൾ അല്ലേ, ഓരോ കൽപ്പനയും ലംഘിക്കാൻ, ഒന്നാം പ്രമാണം ലംഘിക്കാൻ നിനക്ക് അവകാശമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നീ ക്രിസ്തുവിലല്ലെങ്കിൽ നിനക്ക് ഒന്നാം പ്രമാണം ലംഘിക്കുന്നത് കൊണ്ട് നിനക്കതിന് അവകാശമുണ്ട്. നിനക്കൊരു മന്ത്രവാദത്തിന് പോകാൻ, ഒരു കൂടോത്രത്തിന് പോകാൻ നിന്നെ ആരും പോലീസ് പിടിക്കുകയൊന്നുമില്ല, നിന്നെ ജയിലിലിടുകയൊന്നുമില്ല. നീ കൈനോട്ടത്തിന് പോയി, നീ വാരഫലം നോക്കാൻ പോയി എന്ന് വിചാരിച്ച് നിന്നെ ആരെങ്കിലും ജയിലിലടക്കുവോ? ഇല്ല. അതാണ് പറഞ്ഞത്, സ്വന്തം ഇഷ്ടം, സ്വന്തം നിയമം അനുസരിച്ച് ജീവിക്കാൻ എന്തുണ്ട്? അവകാശമുണ്ട്. നീ ഒരാളോട് ചൂടായി, ഭയങ്കര കോപത്തോടെ സംസാരിച്ചു, ദേഷ്യപ്പെട്ടു, തെറി പറഞ്ഞു എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം തന്നെ നിന്നെ ഹൈക്കോടതി കൊണ്ടുപോവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എവിടെ കിടന്നാൽ, പലരും എവിടെ കിടന്നാൽ? ഹല്ലേലൂയ. ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ച്, കോപിച്ചു എന്ന് വിചാരിച്ച് ജയിലിലടക്കാനായിരുന്നെങ്കിൽ ഇവിടെ എത്ര പേരുണ്ടാവും ബാക്കി? അല്ലേ? കോപിക്കുന്നു. അപ്പോൾ അത് കോപിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അഞ്ചാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഈശോയിലാണെങ്കിൽ നിനക്കതിന് അവകാശമില്ല. എന്താണ് അഞ്ചാം പ്രമാണം? കൊല്ലരുത്. ഈശോ പറഞ്ഞു, കോപിക്കുന്നവർ കൊലപാതകിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല്ലരുത് എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കരുത്. പക്ഷെ നമുക്കറിയാം നമുക്ക് എന്തിനുള്ള അവകാശമുണ്ട്? കോപിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവകാശം, നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? അതെന്റെ ഇഷ്ടം. നീ എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നത്? അതെന്റെ ഇഷ്ടം, അതെന്റെ നിയമം. അപ്പോൾ ഇതാണ് അച്ഛൻ പറഞ്ഞത്, സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമുക്കൊരു വചനം വായിക്കാം. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ജെറമിയ 17:9 വായിക്കാം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേരത്തെ പറഞ്ഞ, തൊട്ട് മുമ്പ് പറഞ്ഞ കുറെ ഇഷ്ടങ്ങൾ പറഞ്ഞില്ലേ അച്ഛൻ? ഇല്ലേ? അച്ഛൻ ചോദിച്ചു ഒരു മകനോട്, നീ എന്തിനാടാ നിന്റെ പാരന്റ്സിനോട് ഇങ്ങനെ മോശമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? ഇങ്ങനെ മാതാപിതാക്കളല്ലേ, അവർക്ക് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാവട്ടെ, കുറ്റങ്ങൾ ഉണ്ടായിട്ടാണോ എന്തെങ്കിലും ആവട്ടെ, നീ മാതാപിതാക്കളോട് ഇങ്ങനെ, നിന്റെ അമ്മനോട് നീ ഇങ്ങനെ ഈ കലിപ്പിച്ച് സംസാരിക്കുന്ന എന്തിന്? സമാധാനത്തിൽ വർത്താനം പറ. അപ്പം പറയാണ്, അതെന്റെ ഒരു രീതിയാണ്. എന്താണ്? അതെന്റെ ഒരു രീതിയാണ്. നിന്റെ ഈ രീതി യേശുവിനെ പ്രതി ഉപേക്ഷിക്കാനാണ് 4-ാം പ്രമാണമുള്ളത്. എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പൊ നിന്റെ രീതിയും നിന്റെ ഇഷ്ടവും കർത്താവിന്റെ കൽപ്പനകളും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. നിന്റെ രീതി എവിടെ നിന്നാണ് വന്നത്? നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ രീതി വന്നു. നിന്റെ ഹൃദയം എന്താണെന്നാണ് പറഞ്ഞത്? ശോചനീയമാം വിധം ദുഷിച്ചതാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. ഒരു പയ്യൻ അവനിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളോടല്ല, 3-4 പേരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോനെ, നീ എന്തിനാണ് ഈ പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരാളെ പറ്റിക്ക്.
അപ്പൊ അവൻ പറയാണ്, എനിക്കിതൊരു ഹരമാണ്, എനിക്കിതൊരു രസമാണ്. ഒരു രസവും ഹരവുമായിട്ട് ആറാം പ്രമാണം എന്താണ്? വ്യഭിചാരം ചെയ്യരുത്. ഈശോ പറഞ്ഞു, ആസക്തിയോടുകൂടെ ഒരാളെ നോക്കരുത്. അപ്പോൾ നിന്റെ ഈ ഹരം, നിന്റെ ഈ രസം, അത് കർത്താവിന്റെ പ്രമാണവുമായി ചേർന്നു പോകുന്ന ഹരമല്ല, രസമല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അതുപേക്ഷിക്കണം. അപ്പോഴേ നീ ഈശോയെ പോലെയാവുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം നിയമങ്ങളും സ്വന്തം ഹരങ്ങളും യേശുനാമത്തെ പ്രതി പരിത്യജിക്കുക. അതാണ് ആത്മപരിത്യാഗത്തിന്റെ രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു കുടുംബം വന്നു, ഒരു അപ്പനും അമ്മയും. മുറിയിൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് മുറിയിൽ കണ്ടപ്പോൾ അവര് പറഞ്ഞു, അവർക്ക് 27 വയസ്സുള്ള ഒരു മകളുണ്ട്. ഈ കുടുംബം കുറെ നാളുകൾക്ക് മുമ്പ്, ഇപ്പൊ 10-30ഓളം വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുകയാണ്. കുറെ നാള് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലേ? സാമ്പത്തിക ഉയർച്ചയുണ്ടാകണം, രക്ഷപ്പെടണം, മെച്ചപ്പാടുണ്ടാകണം എന്നൊക്കെ കരുതി കഷ്ടപ്പെട്ട് അമേരിക്കയിലെത്തി. അവിടെ ജോലി ചെയ്തു, പണമുണ്ടാക്കി, വീട് വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു, വാഹനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ രക്ഷപ്പെട്ട ഒരു കുടുംബമാണ്. രക്ഷപ്പെട്ടു എന്നത് ബ്രാക്കറ്റിലിടുക. അപ്പോൾ ഈ ഒരു പറഞ്ഞു, ഇവർക്ക് 27 വയസ്സുള്ള ഒരു മകളുണ്ട്. ആ മകൾ ഒരു ബ്ലാക്ക് ഗ്രൂപ്പിൽ അംഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവൊക്കെ വിൽക്കുന്ന ശൃംഖലയിൽ ടെററിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പിൽ അംഗമാണ് നമ്മളുടെ ഈ കൊച്ചു പെൺകുട്ടി. ഇവളെ ഡിഗ്രിക്ക് കൊണ്ടുപോയി ചേർത്ത സമയത്ത് ഡിഗ്രി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കി. 3-4 മാസം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ ഫോണിലേക്ക് പോലീസുകാർ വിളിക്കുകയാണ്, അമേരിക്കൻ പോലീസ് വിളിക്കുകയാണ്. ഇന്നയാള് നിങ്ങളുടെ മകളല്ലേ? അതെ. ഇന്ന കാറ് നിങ്ങളുടെ കാറല്ലേ? അതെ. അവൾ താമസിക്കുന്നത് ഇന്ന മുറിയിലല്ലേ? അതെ. അവളുടെ മുറിയിൽ അവൾ റിവോൾവർ സൂക്ഷിച്ചിട്ടുണ്ട്, തോക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാറിൽ, അപ്പന്റെയും അമ്മയുടെയും പേരിൽ കാർ എടുത്തു കൊടുത്തിരിക്കുക. ആ കാറ് നിരന്തരം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിൽ അവർ മയക്കുമരുന്ന് കടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കൊച്ചിനെ വേണമെങ്കിൽ വേഗം വന്നു. അങ്ങനെ അപ്പനും അമ്മയും കൂടെ ഈ മകള് താമസിക്കുന്ന മുറിയിലേക്ക് ചെല്ലുമ്പോ, ഡിഗ്രി പഠിക്കുന്ന മകള്, അന്ന് 22 വയസ്സ് പ്രായമുള്ള മകള്, അവളുടെ മുറിയിൽ അപ്പനെ അമ്മയും കേറ്റൂല. എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് എന്റെ മുറിയിൽ കാലുകുത്താൻ പാടില്ല, രാജ്യത്തിന്റെ നിയമമാണ്. എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. എന്റെ മുറിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്ന് പറയാം. പോലീസുകാർ പോലും ഇവരുടെ അനുവാദം കിട്ടിയിട്ട് വേണം മുറിയിൽ കയറി തോക്കെടുക്കാൻ. പ്രിയപ്പെട്ടവരെ, അവസാനം അവളെ ആ പഠനം ഉപേക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട വന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, അവൾക്ക് പല ആണുങ്ങളുമായിട്ടും ഇങ്ങനെ പല തിന്മകളും ഒക്കെ ആയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അവള് പറയുകയാണ്, ഇതെന്റെ ഇഷ്ടമാണ്. തോന്നുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എനിക്കിഷ്ടമുള്ളപ്പോൾ പുറത്തേക്ക് പോകാൻ അനുവാദമില്ലേ? ഉണ്ട്. തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്നു. എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. എവിടെ പോയതാണ് മോളെ എന്ന് ചോദിക്കാൻ പറയാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി. നിങ്ങൾ ആരാണത് ചോദിക്കാൻ? പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു എക്സ്ട്രീം കഥ പറഞ്ഞു എന്നുള്ളു, റിയലാണ്. പക്ഷേ നമ്മളുടെ കുടുംബങ്ങളിലും മക്കൾ ഇതുപോലെ തോന്നിയ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, തോന്നിയതുപോലെ കയറി വരുന്നു. അപ്പോൾ ഇതാണ് സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വന്തം നിയമങ്ങള്. യേശുവിലായിരിക്കുന്ന ഒരു മകന്, ഒരു ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, ചേട്ടാ ഈ രാത്രിയിൽ ആരെയാണ് ഈ ഫോൺ ചെയ്ത്? ഇത് മുഴുവൻ നിന്നോട് പറഞ്ഞിട്ട് വേണം, നീ നിന്റെ കാര്യം നോക്ക്.
സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം നിയമങ്ങളും ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5 മുതൽ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. നിന്റെ ബുദ്ധിയെ കർത്താവിന് കൊടുക്കുക. എന്നിട്ട് സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. തുടർന്ന് വായിച്ചേ, നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നിന്റെ എല്ലാ പ്രവർത്തികളും നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്നല്ല, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ചെയ്യുക. ഈ നേരത്തെ പറഞ്ഞ കൊച്ചിനൊരു ദൈവവിചാരം ഉണ്ടെങ്കിൽ അവള് തോന്നിയത് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ? ഇല്ല. തോന്നിയതുപോലെ കയറി വരുമോ? ഇല്ല. അവളുടെ കാറ് കൂട്ടുകാർക്ക് കഞ്ചാവ് വിൽക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കോ? ഇല്ല. ദൈവവിചാരമില്ലാത്തത് കൊണ്ടാണ്. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നിനക്കൊരു ദൈവവിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ മാതാപിതാക്കൾക്ക്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത, ശരിയല്ലാത്ത, വചനം അനുവദിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് നീ ഇറങ്ങി ഓടുവോ? ഇല്ല. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ദൈവവിചാരമില്ലാത്തതുകൊണ്ട്, സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലേ, സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചപ്പോ അവള് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കനുമായി കല്യാണം കഴിക്കാൻ എനിക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്റെ ഇഷ്ടത്തിനെതിരെ നിന്നാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്റെ ഇഷ്ടത്തിനെതിരെ നിന്നാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. എന്താണ്? രാത്രി എന്തെങ്കിലും അനക്കം കേട്ടാൽ അവള് വല്ല കടുങ്കൈ ചെയ്യുമോ എന്ന് പേടിയാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് അവൾ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. തുടർന്ന് വായിച്ചേ, എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്നകന്ന് മാറുക. ഞാൻ എന്ന് സ്വയം ചിന്തിക്കുകയാണ്. എനിക്ക് അറിയാം. മോനെ, നീ ഒന്ന് കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോടാ. പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ എനിക്കറിയാം. എന്നെ അധികം ഉപദേശിക്കാൻ വരണ്ട. പോണോ വേണ്ടേ എന്ന് എനിക്കറിയാം. അല്ലേ, പറയാറില്ലേ? ഇത്തിരി നേരത്തെ പള്ളിയിൽ പോണോ, നേരത്തെ പള്ളിയിൽ പോണോ, വൈകി പള്ളിയിൽ പോണോ എന്ന് എനിക്കറിയാം. എന്നെ ഉപദേശിക്കാൻ വരണ്ട. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. എനിക്ക് എപ്പോ പോണോന്നും എപ്പോ പോകണ്ടെന്നും അറിയാം. എവിടെ പോണോന്നും എവിടെ പോകണ്ടെന്നും ഞാൻ തീരുമാനിക്കും. എടാ, ഇത്തിരി നേരത്തെ കിടന്നിട്ട് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് പള്ളി പോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ആ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെക്ക്. ഈ കണ്ട് കണ്ട് നിന്റെ കണ്ണ് ചീത്തായി പോ. എനിക്കറിയാം. ജ്ഞാനി എന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു മകനോട് പറഞ്ഞു, 7ാം ക്ലാസ്സിലായിട്ടുള്ളൂ. എടാ മോനെ, നിന്റെ ആ മുടിയൊന്ന് വെട്ടടാ. ഹല്ലേലൂയ. മുടി വളർന്ന് വളർന്ന് അവന്റെ മുമ്പിലേക്ക്, അവന്റെ നെറ്റി കാണാൻ പറ്റാത്ത വിധം കണ്ണുവരെ മൂടിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ് പഠിക്കാൻ പറ്റുന്നില്ല.
അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, വിദേശത്ത് പഠിക്കുന്ന കൊച്ചാണ്, 7ാം ക്ലാസ്, അവൻ എന്ത് ചെയ്താ മുടി വെട്ടാൻ സമ്മതിക്കാം? കുളിക്കുന്നുണ്ടല്ലോ, ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. തുടർന്ന് പറയാണ്, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. ബാക്കി വായിച്ചേ. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. ഹല്ലേലൂയ. എപ്പോഴാണ് നിന്റെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത്? തിന്മയിൽ നിന്ന് അകന്നു മാറുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും തിന്മയിലേക്ക് ഓടിയെടുക്കുമ്പോഴാണ് അവർക്ക് സന്തോഷമുണ്ടാകുന്നതെന്ന്. വചനം പറയുകയാണ്, തിന്മയിൽ നിന്നകന്നു മാറുക, അപ്പോൾ നിനക്ക് ആരോഗ്യമുണ്ടാകും. വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, തിന്മയിൽ നിന്ന് അകന്നു മാറുക, അപ്പോൾ നിനക്ക് ആരോഗ്യവും സന്തോഷവും ഉണ്ടാകും. തിന്മയിൽ നിന്ന് അകന്നു മാറുക, അപ്പോൾ നിനക്ക് ആരോഗ്യവും സന്തോഷവും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വായിച്ചേ. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. നീ കർത്താവിനെ ബഹുമാനിക്കുക, നീ കർത്താവിനെ ആദരിക്കുക. നമ്മൾ തിരുനാളുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിനെ ബഹുമാനിക്കാൻ, കർത്താവിനെ ആദരിക്കാൻ വേണ്ടിയാണ്. അച്ഛന് വളരെ സന്തോഷമുള്ള ഒരു തിരുനാൾ പ്രദക്ഷിണം നമ്മുടെ എടൂർ ദേവാലയത്തിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് നടന്നതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കേട്ടിട്ടില്ലാത്തവർ, അറിഞ്ഞിട്ടില്ലാത്തവർ അറിഞ്ഞോ? അതായത് എടൂർ ദേവാലയത്തിലെ തിരുനാളിന് കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ ഏകദേശം 1000ഓളം കുട്ടികൾ, ഓരോ ക്ലാസ്സിലെ കുട്ടികളും ക്ലാസ് വൈസായിട്ട്, ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രത്യേകമായി തിരുനാളിന് മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച്, കൊച്ചു കുഞ്ഞുങ്ങൾ ബലൂണുകൾ പിടിച്ച്, മുതിർന്ന കുട്ടികൾ വചനമെഴുതിയ ആ കാർഡുകൾ പിടിച്ച്, ഓരോ ഗ്രൂപ്പുകാരും അവരുടെ പ്രായത്തിന് ചേർന്ന രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടെ സുന്ദരമായി അണിനിരന്ന മനോഹരമായ, അച്ഛൻ അങ്ങനെ ഈ കുട്ടികള്, വിദ്യാർത്ഥികള് മുഴുവനും ഈ തിരുനാൾ പ്രദക്ഷിണത്തിന് അച്ചടക്കത്തോടുകൂടെ ഇങ്ങനെ പങ്കുചേരുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മനോഹരമായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഒരു ബോധ്യമുണ്ട്, ഈ തിരുനാൾ പ്രദക്ഷിണം ഇങ്ങനെ നടന്നു പോകുന്നത് പുറമേ നിന്ന് കാണാനുള്ളതല്ല. അല്ലെ, ചില ആളുകൾക്ക് പ്രദക്ഷിണം കാണാനുള്ളതാണ്. അവരവരുടെ വീട്ടിൽ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ നിൽക്കും. ഹല്ലേലൂയ. ഇപ്പൊ അമ്പ് പ്രദക്ഷിണം നടക്കുന്ന, അമ്പ് തിരുനാളുകൾ നടക്കുന്ന സമയമാണ്. എല്ലായിടത്തും അമ്പ് തിരുനാളുകളുണ്ട്. അച്ഛനറിയാവുന്ന ചില സ്ഥലങ്ങളിൽ അവര് വീടുകളൊക്കെ, വീട്ടിൽ തലേ ദിവസമാണല്ലോ പ്രദക്ഷിണം, വീടൊക്കെ മനോഹരമായി അലങ്കരിച്ച് വീടിന്റെ വിരുന്നുകാരെയൊക്കെ വിളിച്ചു കൂട്ടി നല്ല സദ്യയൊക്കെ ഒരുക്കിയിട്ട് ഈ പ്രദക്ഷിണം പോയിട്ട് വേണം തീറ്റവും കുടിയും തുടങ്ങാൻ. അപ്പോൾ ഇവര് എല്ലാവരുടെയും പ്രദക്ഷിണം വൈകുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും, ഇത് എവിടെ പോയി കിടക്കാണ്, ഇവര് വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് പ്രദക്ഷിണത്തിന് കാത്ത്. ഇനി പ്രദക്ഷിണം വരുമ്പോ, രൂപം വരുമ്പോ എല്ലാവരുടെയും കയ്യിൽ കമ്പിത്തിരി, ഇല്ലേ, പൂത്തിരി, മത്താപ്പൂ അതൊക്കെ പിടിച്ച് പുണ്യവാളൻ ഇങ്ങനെ കാണിക്കും, പേടിപ്പിക്കും. ഈ വീട്ടിലേക്ക് കയറിയാക്കരുതെന്ന് പറയാൻ വേണ്ടി അവര് വീടിന്റെ മുമ്പിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും. കുത്തും എന്ന് പറഞ്ഞ് കമ്പിത്തിരി തീ വെച്ച് കുത്തും ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ചുറ്റും എല്ലാവരുടെയും കയ്യിൽ. ചില ചേട്ടന്മാര് കുടിച്ചിട്ടും ഉണ്ടാവും. കുടിച്ചിട്ട് ഇതിന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവർ ഗേറ്റിന്റെ അടുത്ത് തന്നെ വന്നു നിന്ന് ഇതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കും. പ്രദക്ഷിണം പോയി, പുണ്യവാളം പോയി, ആശ്വാസമായി വട. പിന്നെ രാത്രി മുഴുവൻ ഇരുന്ന് തീറ്റയും കുടിയുമാണ്. ആരെ പ്രീതിപ്പെടുത്താനാണ്, ആരെ ബഹുമാനിക്കാനാണ് നീ തിരുനാൾ ആഘോഷിക്കുന്നത്?
എന്നിട്ട് പിറ്റേ ദിവസം തിരുനാൾ കുർബാനയ്ക്ക് കാലത്ത് തന്നെ വല്ലവരും എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോവോ? 6 മണിയുടെ കുർബാനയ്ക്ക് എന്തായാലും പോവില്ല. 10 മണിയുടെ കുർബാനയ്ക്ക് എഴുന്നേറ്റ് പോയാൽ തന്നെ ബോധം ഉണ്ടാവോ? ഉണ്ടാവില്ല. വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ഉച്ചക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞ് മോരൊക്കെ കുടിച്ച് തിരുനാളിന് കുർബാനയ്ക്ക് പോണമല്ലോ എന്ന് വിചാരിച്ച് പോകും. ഇങ്ങനെയാണ് കർത്താവിനെ ചില ക്രിസ്ത്യാനികൾ ബഹുമാനിക്കുന്നത്. എന്നിട്ട് അവര് പറയുന്നു, ഞങ്ങളെല്ലോ കൊല്ലുവും ഭയങ്കര തിരുനാള് നടത്തുന്നവരാണെന്നാണ്. വൃത്തികെട്ടവര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ട് ബഹുമാനിക്കുക. ഇതാണ് നിന്റെ ഇഷ്ടം, നിന്റെ നിയമം. നിങ്ങൾ എന്താണ് ഇങ്ങനെ തിരുനാൾ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് പറയും, ഇതാണ് ഞങ്ങളുടെ ഇഷ്ടം, ഇതാണ് ഞങ്ങളുടെ നിയമം, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്. ഈ ഇഷ്ടങ്ങളും ഈ നിയമങ്ങളും നീ ഉപേക്ഷിക്കുമോ? എന്നിട്ട് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ദൈവത്തെ ബഹുമാനിക്കുമോ? ക്രിസ്തുമസും ന്യൂ ഇയറുമായിട്ട് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളായിട്ട് ഒരു തുള്ളി മദ്യം പോലും വിളമ്പാത്ത കുടുംബങ്ങളൊന്ന് കൈ ഉയർത്ത്. കുറെ പേരുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയുമരുത്. വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയുമരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ. യോഹന്നാൻ 14, 23, 24 തിരുവചനങ്ങൾ വായിക്കാം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അവൻ സ്വന്തം ഇഷ്ടമല്ല, സ്വന്തം നിയമമല്ല നോക്കുന്നത്, അവൻ കർത്താവിന്റെ വചനമാണ് നോക്കുന്നത്. അടുത്ത ഇങ്ങനെയാണ്, എന്നെ സ്നേഹിക്കാത്തവനോ, പറഞ്ഞേ, എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കുന്നവർ ആരാണ്? ദൈവത്തെ സ്നേഹിക്കാത്തവരാണ്. ഹല്ലേലൂയ. ഒരു മകൻ പറഞ്ഞു, ഒരു കല്യാണാലോചന, അവർ കുറെ നാളായിട്ട് ഇങ്ങനെ പ്രണയത്തിലൊക്കെയാണ്. ഇപ്പൊ കല്യാണത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുകയാണ്, നമുക്ക് കല്യാണം കഴിക്കാം, പക്ഷേ നമുക്ക് കുട്ടികളെ വേണ്ട. അപ്പോൾ ഈ മകൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ ചെറുക്കൻ ഇപ്പൊ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടു, ഫോൺ വിളിയായി, സംസാരമായി, എല്ലാമായി, വീട്ടുകാര് എല്ലാം ഏകദേശം ഫിക്സേഷൻ വരെ ആയിട്ടുണ്ട്, എൻഗേജ്മെന്റ് നടന്നിട്ടില്ല. അപ്പോൾ ഇവൻ പറയുകയാണ്, നമുക്ക് കഴിക്കാം, പക്ഷേ നമുക്ക് കുട്ടികളെ വേണ്ട. എന്താണ്? ഇവനോട് ആരോ പറഞ്ഞു, നിങ്ങൾക്ക്, ഏതോ ഒരു ജ്യോത്സ്യനോ ആരോ ഡോക്ടറോ ആരോ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാൽ അവർ അംഗപരിമിതികൾ ഉള്ളവരും ബുദ്ധിവികാസമില്ലാത്തവരുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ പറയുകയാണ്, നമുക്ക് കുട്ടികളെ വേണ്ട.
അത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, നല്ല കാര്യം. വേറൊരു കുടുംബത്തിൽ അവര് കല്യാണം കഴിച്ച് കുറെ നാളായി. ഈ ഭർത്താവ് എന്ത് ചെയ്താൽ ഈ തന്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് കുട്ടികൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരുമിച്ച് ശാരീരിക ദാമ്പത്യ ധർമ്മം നിർവഹിക്കുകയില്ല. ചോദിച്ചു വന്നപ്പോ അവന്റെ ഉള്ളിൽ ഒരു പേടിയാണ്. ഏതോരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഹോർമോൺ തകരാറുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഒരു ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടിയാകാനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ വേണ്ടാത്ത? എന്റെ ഇഷ്ടം, എന്റെ നിയമം, എന്റെ ഒരു ധാരണ ഇങ്ങനെയാണ്. അത് പരിത്യജിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു കുടുംബം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ഏതാണ്ട് ആയിട്ടുള്ളൂ, 1 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി നോർമലായിട്ട് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറച്ച് ഏജ് ഒക്കെ ആയി, അതുകൊണ്ട് IVF പോകാൻ പറഞ്ഞു. IVF ഒരു സർക്കിള് കഴിഞ്ഞു, അത് പാളിപ്പോയി. ഇനിയിപ്പോ അടുത്ത സർക്കിളിന് പോകാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ആരുടെ നിയമമാണ്? നിന്റെ നിയമമാണ്, നിന്റെ ഇഷ്ടമാണ്. വചനം പറയും, സഭ പറയും, നിന്റെ ഇഷ്ടം, നിന്റെ നിയമം ഉപേക്ഷിക്കുക. നീ തയ്യാറാണോ? ആത്മപരിത്യാഗത്തിന്റെ ഓരോരോ മേഖലകളെ അച്ഛൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 28:26 പറയുകയാണ്. വായിക്കാം, സുഭാഷിതങ്ങൾ 28:26. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ഭോഷനാണ്, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ഭോഷനാണ്, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ സഹോദരി ഇവിടെ ഇരിക്കുന്നുണ്ടാകാം, അവര് ഒരു CRS ഫണ്ടോ എന്തോ ഒരു ഫണ്ട്, CRS ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ടോ, എന്തോ ഒരു C വെച്ചാണ്, C മാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് വരുന്ന വലിയൊരു തുകയാണ് ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് അനുവദിക്കുന്ന 1000 കോടിയുടെ ഏതാണ്ട് ഒരു പ്രോജക്റ്റ് ഒക്കെയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പണം കൊടുക്കുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് കിട്ടുന്നത്. അങ്ങനെ 12 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി 1000 കോടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു 100 കോടി, 10%, 1000 കോടിയുടെ 10% എത്രയാണ്? 100 കോടി. അപ്പോൾ ഈ 100 കോടി കമ്മീഷനാണ്. എന്ത് ചെയ്താലും എന്തുണ്ട്? കമ്മീഷനുണ്ട്. അപ്പൊ ഇവര് 10-100 പേരുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അധികമൊന്നും കിട്ടൂല. ഈ 12 ലക്ഷത്തിന് ഒരു 10-20 കോടി കിട്ടും. അപ്പൊ അത് തരുമ്പോ വേണ്ടെന്ന് പറയരുന്നു. ഓക്കെ, അങ്ങനെ ഹല്ലേലൂയ. കേട്ടോ നിങ്ങൾ? അങ്ങനെ ഈ പാവപ്പെട്ട ചേച്ചി തൊഴിലുറപ്പിന് പോയ കാശ്, വീട്ടില് രാത്രി ഇരുന്ന് സ്റ്റിച്ചിങ് നടത്തി കിട്ടിയ കാശ്, പിന്നെ ആരാണ്ടിന്റെ ഒക്കെ കയ്യിൽ നിന്ന് മേടിച്ച കാശ്, പിന്നെ 2-3 വളയുണ്ടായിരുന്നു, ആകെ 2-3 വളയുണ്ടായിരുന്നു, അത് പണയം വെച്ച കാശ്, എല്ലാം കൂടി 12 ലക്ഷം രൂപ കൊടുത്തിരിക്കുകയാണ്. ഇനി കാത്തിരിക്കുകയാണ് 1000 കോടി അവിടെ നിന്ന് വരുമ്പോ, 100 കോടി കമ്മീഷൻ കിട്ടുമ്പോ, 20 കോടി എനിക്ക് കിട്ടുമ്പോ, എനിക്ക് എന്തിനാണച്ചാ 20 കോടി? കുറച്ച് ഞാൻ അച്ഛന് തന്നേക്കാം. വേണ്ടേ വേണ്ട. അച്ഛൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാ മതി. ഒരു വിലയില്ലാത്ത കാര്യമാണല്ലോ. അച്ഛൻ മുറിയിലിരിക്കുമ്പോ എനിക്ക് 20 കോടി കിട്ടാൻ, അല്ലെങ്കിൽ എനിക്ക് അച്ഛൻ പറഞ്ഞു, ചേച്ചി 20 കോടി പോയിട്ട് ആ 12 ലക്ഷത്തിന്ന് 1 രൂപ തിരിച്ചു കിട്ടാൻ പോണില്ല, ഇത് തട്ടിപ്പാ. അയ്യോ എന്നാ
നിങ്ങളും കൊടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തം ബുദ്ധിയിൽ കേട്ടപ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നി. നമുക്കുള്ള പൈസ മതിയെന്നേ. നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കി ആ 12 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി എന്തെങ്കിലും ആ വീടിന്റെ പെയിന്റെങ്കിലും അടിക്കായിരുന്നില്ലേ? അല്ലേ? ഒരു കാറ് മേടിച്ചില്ലെങ്കിൽ ഒരു സൈക്കിളെങ്കിലും മേടിക്കായിരുന്നല്ലേ? അപ്പോൾ നമ്മൾ എവിടെയാണ്? സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ഇല്ലേ? നമ്മള് വചനം എന്താ പറയുന്നത്? നിങ്ങൾ മോഷ്ടിക്കരുതെന്നല്ലേ പറയുന്നത്? കൽപ്പന എന്താണ്? മോഷ്ടിക്കരുത്. ഇനി ചാരിറ്റിക്ക് വേണ്ടി 1000 കോടി വരുമ്പോ നമ്മൾ കമ്മീഷൻ എന്ന് പറഞ്ഞ് 100 കോടി എടുക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? മോഷണമല്ലേ? ആണോ? അല്ലേ? അങ്ങനെ ഒരു സംഭവമില്ല. വെറുതെ ഇങ്ങനെ കഥയുണ്ടാക്കി ആളുകളെ പറ്റിക്കുന്ന ഇഷ്ടംപോലെ ഏർപ്പാടുണ്ട്. ദയവേത് അച്ഛനിത് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കുഴിയിൽ ചെന്ന് ചാടരുത്. ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു അവള് നേഴ്സിംഗ് പഠിക്കാം. അപ്പോ കഷ്ടപ്പെട്ടാണ് നേഴ്സിംഗ് പഠിക്കുന്നത്. അപ്പൊ ഫീസ് കൊടുക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആണ് ഇവള് ഓൺലൈനിൽ കുറച്ച് ജോബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എന്തോ കുറെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ 19,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോബ് ഓഫർ. അപ്പൊ ഇവള് പറഞ്ഞു, അന്നാ പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ട് രാത്രി വെറുതെ അവരോടും ഇവരോടുമൊക്കെ വീഡിയോ കോൾ ചെയ്തിരിക്കാതെ ഞാൻ ഈ പണി ചെയ്തോളാം. അങ്ങനെ അവര് പറഞ്ഞ ടാസ്ക് മുഴുവനും ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഒരു 3-4 പേപ്പറിൽ ഇത്തിരി തെറ്റുണ്ട് അല്ലെ? 1000 പേപ്പറിൽ ഏതാണ്ടും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതിൽ 3-4 പേപ്പർ തെറ്റുണ്ട്. അപ്പൊ അതിന് ഒരു ഫൈനായിട്ട് ഒരു 2000 രൂപ നിങ്ങൾ കൊടുക്കണം. പക്ഷേ നിങ്ങൾക്ക് സാലറി 19,000 തരുമ്പോൾ ഈ 2000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ 21,000 രൂപ കിട്ടും. അപ്പൊ ഇവള് 2000 കൊടുത്തു. അതിനുശേഷം പിന്നെ കഥ നിങ്ങൾ ഊഹിച്ചാൽ മതി, ചില സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നെ അവര് 4000 ചോദിച്ചു. അവസാനം ഇപ്പൊ മൊത്തം അവൾ ഒരു 20,000 രൂപ 19,000 രൂപ ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ 20,000 രൂപ അവര് തട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവര് പറയാണ്, ഇനി ഞങ്ങൾ പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് അവരിങ്ങോട്ട് പറഞ്ഞിരിക്കുക. അപ്പോഴാണ് തോന്നിയത്, ഒന്ന് പള്ളിയിൽ പോയി അച്ഛനെ കാണാം. ഹല്ലേലൂയ. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുകയാണ് മനുഷ്യൻ. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവർ സുരക്ഷിതരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായം 39-ാമത്തെ തിരുവചനം വായിക്കാം. സംഖ്യയുടെ പുസ്തകം 15:39. ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഓർത്തുപാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. ഹല്ലേലൂയ. അതായത് പുരോഹിതന്മാരോടും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്, ദേവാലയ ശുശ്രൂഷകരോട്, നിങ്ങൾ തൊങ്ങലുകൾ നിങ്ങളുടെ ഈ കുപ്പായത്തോട് ചേർത്ത് തൊങ്ങലുകള്, അതിലെന്താണ് എഴുതിയിടേണ്ടത്? വചനങ്ങൾ എഴുതിയ, കർത്താവിന്റെ നിയമങ്ങൾ എഴുതി തൂക്കിയിടുക. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്വരം കേൾക്കും അല്ലെ? തൊങ്ങലുകൾ, ഡ്രസ്സിൽ തൊങ്ങലുകൾ ഉണ്ടെങ്കിൽ എന്ത് കേൾക്കും? അതിലെന്താണ് എഴുതിയിടേണ്ടത്? വചനമാണ് എഴുതിയിടേണ്ടത്. ഐ ലവ് യു എന്നല്ല. അപ്പൊ അല്ലെ, ചില ആളുകളുടെ കഴുത്തില് താലിമാലയില്ല, അതിന് പകരം എഴുതിയിട്ടിരിക്കുകയാണ്. എന്താണ്? ഓരോ കോപ്രായങ്ങള്. അപ്പൊ കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ട്, താലിയില്ല, അതിന് പകരം മോതിരം തൂക്കിയിട്ടിരിക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, താലി എന്ത്? ഇല്ല, താലിക്ക് പകരം മോതിരം ഇട്ടിരിക്കുകയാണ്. അതെന്താണ്? അതെന്റെ ഇഷ്ടം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴുത്തിൽ മോതിരം തൂക്കിയിട്ടുണ്ടിരിക്കുന്നവരെ? ഇല്ല. സൂക്ഷിച്ച് നോക്കിയാ മതി. പ്രിയപ്പെട്ടവരെ, ഓരോരു വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ കർത്താവിന്റെ കൽപ്പനകൾ ഓർത്തുപാലിക്കുക.
ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെ ഓർത്തു പാലിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ നമ്മുടെ ആവിലയിലെ ടോക്കൊക്കെ നിരന്തരമായി യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇങ്ങനെ അച്ഛന്റെ ടോക്ക് കേൾക്കാൻ വേണ്ടി യൂട്യൂബ് ഓൺ ചെയ്യും. അപ്പൊ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ തൊട്ട് താഴെ വേറെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും. അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി അത് കുത്തുമില്ല, ഇങ്ങനെ പൊക്കി നോക്കും. അപ്പൊ അത് കഴിയുമ്പോ കുറച്ചും കൂടി ഇത് കേട്ടാ മതിയല്ലോ, കാണാനൊന്നുമില്ലല്ലോ, അച്ഛനെ തന്നെ ഇപ്പൊ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ അച്ഛൻ ഇത് വചനം കേൾക്കുക, താഴത്തുള്ളത് കാണുക. അപ്പോൾ പലർക്കും തോന്നുന്നുണ്ട് ഇത് നമ്മുടെ സംഭവമാണെന്ന്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവസാനം ഇങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു 15-20 മിനിറ്റ്, ഇപ്പൊ അച്ഛനെ തന്നെ ഈ കുറെ നേരമായി കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരു ഗ്യാപ്പ്, ഒരു ചായ കുടിക്കാനുള്ള ഗ്യാപ്പ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കുത്തും. അവിടെ അങ്ങനെ കുത്തി കഴിയുമ്പോ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി അച്ഛനോട് പറഞ്ഞു. ഹല്ലേലൂയ. ആത്മാർത്ഥതയുള്ളത് കൊണ്ടും സ്നേഹമുള്ളത് കൊണ്ടും പറഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാൻ നമുക്കെന്തുണ്ട്? ഒരു പ്രവണതയുണ്ട്. അത് ഒരു പ്രവണതയുണ്ട്, ഇല്ല എന്നൊന്നും പറയണ്ട. എന്തുണ്ട്? ഒരു പ്രവണത ഉണ്ട്. ഇതിനെയാണ് സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പില് കുരിശിന്റെ വഴിയുടെ ഒരു വീഡിയോ ഉണ്ട്, ഒരു കോമഡിയുടെ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ഏതുമ്പോ പോയായിരിക്കും കൈ ഊത്താൻ പോകുന്നത്? കുരിശിന്റെ വഴിയായിരിക്കും അല്ലേ? കൈയടിച്ച് കർത്താവിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയലിന്റെ ഏറ്റവും നല്ലൊരു ഭാഗം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇപ്പുറത്ത് കുരിശിന്റെ വഴി. ഏതി കൊണ്ടുപോയി കൈ കുത്തും? അതാണ് സ്വാഭാവിക ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിൻചെല്ലാതെ, അതിന്റെ പിറകെ പോകാതെ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുക. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ഈശോയേ. ഒരു സഹോദരനോട് അച്ഛൻ, ഒരു ചേട്ടനും 2 പെമ്മക്കളും. അപ്പോൾ ഇതിൽ ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ അപ്പൻ എന്നെ കൈ നോക്കിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അയാള് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. നിന്റെ തലച്ചോറിൽ എന്തോ തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി നോർമലായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഈ പെൺകുട്ടി ഇത്തിരി അബ്നോർമലായി. അപ്പോ അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയത്? പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഏതോ ഒരു നൊവേന പള്ളി പോയിട്ട് നേർച്ചയൊക്കെ ഇട്ട് തിരിയൊക്കെ കത്തിച്ച് ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ഇറങ്ങി വരുമ്പോ ഒരാൾ ഇങ്ങനെ പള്ളിമുറ്റത്തല്ല, കുറച്ച് പുറത്തായിട്ട് ഇരുന്നിട്ട് പറയാണ്, ഇത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണല്ലോ, മുഖം നല്ല ഐശ്വര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അന്ന് ഒന്ന് ശരിക്ക് നോക്കിക്കേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വെച്ച് കൊടുത്തതാണ് ഒരാൾ. ഹല്ലേലൂയ. സ്വാഭാവിക പ്രവണത. എളുപ്പത്തിൽ കാശുകാരനാകാൻ ഒരിടമുണ്ടെന്ന് കേട്ടാൽ എളുപ്പത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം. അല്ലേ? നമ്മുടെ വീട്ടിൽ ജോലി കിട്ടുന്നില്ല, കല്യാണം നടക്കുന്നില്ല, എളുപ്പത്തിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? അച്ഛൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, 1 ലക്ഷം രൂപ കൂടോത്രം എടുത്ത് കളഞ്ഞു. എളുപ്പത്തിൽ പ്രശ്നം പരിഹരിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല. എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കുക. എന്താണ്? നിങ്ങളുടെ വീട്ടിലുള്ള ആ തെങ്ങ് വെട്ടിക്കളയുക, മാവ് ആല് നിൽക്കുന്നത് വെട്ടിക്കളയുക. എളുപ്പത്തിൽ പ്രശ്നം പരിഹരിച്ചു. പിന്നെ കരുണയുടെ പ്രാർത്ഥന ചൊല്ലണ്ട, ഈശോയേന്ന് വിളിക്കണ്ട. ഒരു ദിവസം 5 പ്രാവശ്യം സ്വർഗസ്വനായ എല്ലാം പറഞ്ഞപ്പോ ഒരാൾ ചോദിക്കാണ്, 2 പോരെ?
മാവ് വെട്ടിക്കളയാൻ പറഞ്ഞ വെട്ടിക്കളയും. പക്ഷെ നമുക്ക് കർത്താവിന് അതാണ് സ്വാഭാവിക പ്രവണത അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ പ്രവണതയിൽ നിന്ന് മോചനം പ്രാപിക്കുക. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ ഞങ്ങൾ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു, കൊച്ചിനെ അബോർട്ട് ചെയ്തു. എന്താണ്? ഭർത്താവ് പറഞ്ഞു ഇതെന്റെ കുഞ്ഞല്ല. ഇതെന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവരാ കുഞ്ഞിനെ നശിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അതെന്റെ ഇഷ്ടം, അതെന്റെ നിയമം. നിന്റെ ഇഷ്ടവും നിന്റെ നിയമവും നീ പരിത്യജിച്ചാലേ നിനക്ക് ഈശോയുടെ ഇഷ്ടവും ഈശോയുടെ നിയമവും ഏറ്റെടുക്കാൻ പറ്റൂ. നിന്റെ ഇഷ്ടത്തിന്റെ പിറകെ പോയപ്പോ കൊല്ലരുതെന്ന് പറയുന്ന ദൈവകൽപ്പന നീ പാലിച്ചോ? പത്രോസ്ലീഹ എഴുതുകയാണ്, 1 പത്രോസ് 4:3 മുതലുള്ള തിരുവചനങ്ങൾ. 1 പത്രോസ് 4:3 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മദിരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുൻപ് വളരെ കാലം ചെലവഴിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അഴിഞ്ഞാട്ടം ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തെ അറിയാത്തവരെയാണ് വിജാതീയരെന്ന് വിളിക്കുന്നത്. അഴിഞ്ഞാട്ടം, ജഡമോഹം, മദ്യപാനം ആരുടെ പ്രവൃത്തിയാണ്? വിജാതീയരുടെ പ്രവൃത്തിയാണ്. ദൈവത്തെ അറിയാത്തവന്റെ പ്രവൃത്തിയാണ് മദ്യപാനം, മദിരോത്സവം, നിഷിദ്ധമായ വിഗ്രഹാരാധന. ഇതെല്ലാം ദൈവത്തിന് അറിയാതിരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നടന്നു. എന്നിട്ട് അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എന്തിൽ പങ്കുചേരുന്നില്ല? അഴിഞ്ഞാട്ടത്തിന് പോകുന്നില്ല, ജഡമോഹങ്ങൾക്ക് പിറകെ പോകുന്നില്ല, മദ്യപാനത്തിന് പിറകെ പോകുന്നില്ല. കാരണം നമ്മൾ ആരെ അറിഞ്ഞിരിക്കുന്നു? ആരുമില്ല ഇവിടെ. ഈശോയെ അറിഞ്ഞിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ചില ആളുകൾ ചോദിക്കുന്നു, കല്യാണാലോചന വരുമ്പോ പറയാണ്, ചെറുക്കൻ മദ്യപിക്കോ? സോഷ്യൽ ഡ്രിങ്ക് ഉണ്ട്. സോഷ്യൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോ കുടിക്കും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കുടിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ ആളുകൾ ചോദിക്കാണ്, ഇത്തിരി കുടിക്കുന്നത് തെറ്റാണോ? എന്തിനാ കുടിക്കുന്നത്? അതെന്റെ ഇഷ്ടം, അതെന്റെ നിയമം. ഹല്ലേലൂയ. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനം വായിക്കാം. എഫേസുസ് 5:18. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, കർത്താവിനെ പ്രകീർത്തിക്കുന്നതിന് പകരം ചില ആളുകൾ അവര് കുടിച്ച മദ്യത്തിന്റെ വിലയെക്കുറിച്ച്, ബ്രാൻഡിനെ കുറിച്ചൊക്കെ പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ ഓരോ കൽപ്പനകൾക്കും ദൈവത്തിന്റെ ഓരോ കൽപ്പനയും, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മളോട് പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനും ദൈവത്തിന്റെ നിയമത്തിനും ചേരാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്?
പരിത്യജിക്കുകയാണ്. അതിനെയാണ് ആത്മപരിത്യാഗമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ വായിക്കാം. എഫേസുസ് 2-3 തിരുവചനങ്ങൾ. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. ഇനി ബാക്കി വായിച്ചോ. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആരിലായിരിക്കുന്നു? ആണോ? ഉറപ്പാണോ? ഉറങ്ങാണോ എന്നല്ല ചോദിച്ചത്, ഉറപ്പാണോ ചോദിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? നമ്മൾ യേശു ക്രിസ്തുവിലാണ് എന്ന് ഉറപ്പാണ്. കൈയടിച്ച് ഒന്ന് നന്ദി പറഞ്ഞ്, ശിരസിന് മുകളിൽ കരമുയർത്തി കരമടിച്ച് നന്ദി പറഞ്ഞു. നമ്മൾ യേശു ക്രിസ്തുവിലാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം വായിച്ചേ. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ നിയമമല്ല, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സത്പ്രവർത്തികളാണ്. കൈയടിച്ച് നന്ദി പറയാം. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല വചനം പറയുന്നത്. ദൈവം ഒരുക്കിയ നന്മ പ്രവർത്തികൾക്ക് വേണ്ടി, സത്പ്രവർത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതായത് നമ്മൾ ചില നന്മകൾ ചെയ്യണമെന്ന്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മൾ തോന്നിയതുപോലെ വസ്ത്രം ധരിക്കണമെന്നല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം എന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ വീട് പണിയുമ്പോൾ അത് എത്രമാത്രം ഒരു അടക്കത്തോടും ഒതുക്കത്തോടും കൂടെ പണിയണമെന്നതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്തിനാണ് ചേട്ടനും 2 കൊച്ചുങ്ങളും, ആകെ 3 പേര്, 3 മുറി ആവശ്യമുള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും. ഇനി ഒരാൾ കൂടെ വന്നു കഴിഞ്ഞാൽ 4 പേര്. ഈ 4 പേര് മാക്സിമം ഒരു 4 മുറി കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കുടുംബം 7 മുറിയുള്ള വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള വീട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് താമസിക്കാനാണ്? ആർക്കറിയാം. അപ്പോൾ നീ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില നന്മ പ്രവർത്തികൾക്ക് വേണ്ടിയാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്. അതിനു വേണ്ടിയാണ് ദൈവം നിനക്ക് കൈയും കാലും സമ്പത്തും തന്നത്. നിന്റെ കണ്ണുകൊണ്ട് നീ എന്ത് കാണണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് കാണണ്ട എന്ന് ദൈവം പറഞ്ഞിട്ടുമുണ്ട്. ഹല്ലേലൂയ.
പക്ഷേ കാണരുതെന്ന് പറഞ്ഞത് കാണുകയും കാണാൻ പറഞ്ഞത് കാണാതിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ അവകാശം. നമ്മൾ ഈശോയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. 10 കൽപ്പനകൾ പാലിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാം. അബോർഷൻ നടത്തി എന്ന് വിചാരിച്ച് നിങ്ങളെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്ന നിയമമല്ല ഇവിടെയുള്ളത്. അപ്പോൾ അത് ചെയ്യാം. IVF നടത്താം, ആരുടെയും കൂടെ ജീവിക്കാം, ആരുടെയും കൂടെ ആരെയും കല്യാണം കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നൊക്കെയുള്ള നിയമങ്ങള്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ മകള്, എന്റെ സ്വന്തം മകള്, അവള് കല്യാണം കഴിച്ചവളാണ്, അവൾക്ക് 2 കുട്ടികളുണ്ട്, അവള് വിദേശത്ത് പോയിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് നാട്ടിൽ തന്നെയുള്ള കല്യാണം കഴിച്ച് കുട്ടികളൊക്കെയുള്ള വേറൊരാളുമായി ബന്ധമുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അവളോട് ചോദിക്കുമ്പോ അതെന്റെ ഇഷ്ടം, അതവളുടെ നിയമം. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം നിയമങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ളതല്ല ഈശോയിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചും നിയമമനുസരിച്ചും ജീവിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കണ്ണുകളടക്കാം.